ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമുക്ക് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. തലേദിവസം അരി വെള്ളത്തിലിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ടെൻഷനേ വേണ്ട. ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച ശേഷം നമുക്കിത് അരമണിക്കൂർ നേരം കുതിർത്തിയെടുക്കാവുന്നതാണ്. പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ നേരം പെട്ടെന്ന് തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ നേരം കുതിർത്തിയെടുത്തതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പെട്ടെന്ന് നമുക്ക് ദോശ തയ്യാറാക്കാനായിട്ട് എളുപ്പ വഴിയാണിത്. നല്ല ഹെൽത്തി ദോശയാണ് നുറുക്ക് ഗോതമ്പിൻ്റെ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് തേങ്ങ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ദോശയ്ക്ക് അത്രയധികം ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. നമ്മൾ അരക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിലേക്ക് ഈ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് മതിയാവും. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ 5-6 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ്. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടേസ്റ്റ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ജീരകം എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതായത് 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് വളരെ നൈസായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ഈ പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാറ്റർ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പം ഉണ്ടാക്കാൻ നേരത്ത് മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ സമയം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അധികം പരത്തണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ താ കണ്ടില്ലേ, നല്ല ഹോളൊക്കെ വീണിട്ടുണ്ട്. ഇപ്പോൾ നല്ല അപ്പത്തിൻ്റെ നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്ന ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു നുറുക്ക് ഗോതമ്പിൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.
നമസ്കാരം.